നമസ്കാരം. എല്ലാവരോടും ഒരു വീഡിയോയുടെ പേരിൽ ക്ഷമാപണം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു അൺഎഡിറ്റഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. പലതവണ ആലോചിച്ചതിന് ശേഷമാണ് അത് ചെയ്തത്. ചെയ്യാൻ കാരണം പബ്ലിക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഓഡിറ്റ് ചെയ്യപ്പെടണമെന്ന് കൃത്യമായി വിചാരിക്കുകയാണ്. അത് ഞാനായിക്കോട്ടെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടമായിക്കോട്ടെ, കേവലം ഒരു സ്ത്രീയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിലല്ല. പല സ്ത്രീകളുമായിട്ടും പലരെയും ഇരയാക്കി ഒരു സെക്ഷൽ പെർവേർട്ടിനെ പോലെ തന്നെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് തന്നെ ഭീഷണിയായി മാറിയ ഒരു വ്യക്തി എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, കാര്യം താൻ ഒരാളെ മനഃപൂർവ്വം ഒരു ചതിയിൽപ്പെടുത്തുകയാണ്. ആ ചതിയിൽപ്പെടുത്തിയതിനു ശേഷം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ പ്രെഡേറ്ററായിട്ടുള്ള വ്യക്തി എങ്ങനെയാണ് ഇരയാക്കപ്പെട്ട സ്ത്രീയോട് തെറി കൊണ്ടുള്ള ഭീഷണി, സൂയിസൈഡ് ഭീഷണി തുടങ്ങി പലതും നടത്തുന്നത് എന്ന് നാട്ടുകാർ കേട്ടതിന് ശേഷം, കാര്യം പലതും ഈ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സിലെ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അത്തരം ബീപ്പ് സൗണ്ട് കൊടുത്താണ് കേൾപ്പിക്കാറുള്ളത്. അതങ്ങനെയല്ല, നാട്ടുകാർ കേൾക്കേണ്ടിയിരിക്കുന്നു. ഒരാളെ ജനം തിരിച്ചറിയേണ്ടതുണ്ട്. പുറത്ത് പുട്ടിയിട്ട് പൗഡറിട്ട് വെളുക്കെ ചിരിച്ച് നടക്കുന്ന വ്യക്തിക്കപ്പുറം എന്താണ് ഇയാൾ കർട്ടന് പിന്നിൽ എന്നുള്ളൊരു യാഥാർത്ഥ്യം നാട് തിരിച്ചറിയേണ്ടതുണ്ട്. ആ ഒരു ഫുൾ ഓഡിയോ കേട്ടതിന് ശേഷം, കാര്യം ഇതിൻ്റെ പല എഡിറ്റഡ് വേർഷനാണ് ജനങ്ങളുടെ മുന്നിലേക്ക് നേരത്തെ എത്തിയത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചിരുന്നത്. അത് അങ്ങനെ കേൾക്കുമ്പോൾ പലപ്പോഴും അതിൻ്റെ തീവ്രത എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. ആ നിലയ്ക്ക് ആ ഇരയാക്കപ്പെട്ട സ്ത്രീക്ക് നീതി ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ, ജനങ്ങൾക്ക് എന്താണ് ആ സ്ത്രീയുടെ പക്ഷമെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് പരിപൂർണമായി അവർ കേൾക്കേണ്ടതുണ്ട് എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ആ ഓഡിയോ മുഴുവനായി നിങ്ങളെ കേൾപ്പിച്ചത്. അതിൻ്റെ ഇടയിൽ തെറി വന്നിട്ടുണ്ട്, മോശം പദപ്രയോഗങ്ങൾ വന്നതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. കാര്യം രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതാണ് നിങ്ങളെ കേൾപ്പിച്ചതെങ്കിൽ പോലും എൻ്റെ ഒരു രീതി അനുസരിച്ച്, അല്ലെങ്കിൽ ഞാൻ പുലർത്തുന്ന മാധ്യമ രീതി അനുസരിച്ച് അത്തരം ഭാഷകൾ ഉപയോഗിക്കുന്നത് തെറ്റാണ്, അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് തിരിച്ചറിവുണ്ടായിട്ടും ഈ പ്രത്യേക സാഹചര്യത്തിലാണ് ഒരാൾ പുറത്തേക്ക് വരുമ്പോൾ വെള്ളപൂശി മഹാനാക്കാൻ പരിശ്രമിക്കുമ്പോൾ അങ്ങനെയല്ല, ആ വ്യക്തി എന്താണെന്ന് ഈ നാട്ടിലെ സ്ത്രീകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജനാധിപത്യ ബോധമുള്ള മനുഷ്യർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ എന്താകരുതെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് കരുതിക്കൊണ്ട് അതിൻ്റെ പേരിൽ ഒരു ഓഡിയോ പുറത്തു വന്നിരുന്നെങ്കിൽ കൊടുക്കുന്ന രീതി അല്ല ഇത്. സീരീസ് ഓഫ് ക്രൈം അല്ലെങ്കിൽ സീരീസ് ഓഫ് ഒഫൻസ്, ഇത്തരത്തിൽ പീഡന പരമ്പര, ഗർഭചിത്രങ്ങൾ പലരിടത്തും നടത്തിയ ഒരു സീരിയസ് ഫ്രോഡാണ്. ആ ഫ്രോഡ് പണി ചെയ്യുന്ന വ്യക്തി സമൂഹം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇയാളെ ന്യായീകരിക്കേണ്ടതുണ്ടോ, ഇയാൾ പബ്ലിക് ഫിഗറായി മാറി ഈ നാടിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളെ നയിക്കാൻ യോഗ്യനാണോ എന്ന് അവർക്ക് ചിന്തിക്കാൻ ഒരു അവസരം ഉണ്ടാകേണ്ടതുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ആ അൺഎഡിറ്റഡ് ഓഡിയോ നിങ്ങളെ കേൾപ്പിച്ചത്. 16 മിനിറ്റ് ഉണ്ടായിരുന്ന ആ ഓഡിയോ അത് കേട്ടവർക്ക് കൃത്യമായി മനസ്സിലാകും എങ്ങനെയാണ് ഒരു ആളെ ട്രാപ്പിൽ പെടുത്തിയതിന് ശേഷം അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് രാഹുൽ മാങ്കൂട്ടം എന്ന ക്രിമിനൽ ചെയ്യുന്ന പ്രവർത്തനമെന്നും, അത് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ, അല്ലെങ്കിൽ സ്വന്തം ഇംഗിതത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയതിന് ശേഷം അവരെ ജീവിതത്തിൽ നിന്ന് പറിച്ചറിയാൻ വേണ്ടി അയാൾ കളിക്കുന്ന നാടകം എത്ര തീവ്രമാണ്, എത്ര മോശമാണ്, എത്രത്തോളം അധപ്പതിച്ചതാണ് എന്ന് നാട് തിരിച്ചറിഞ്ഞിട്ട് വേണം ഇങ്ങനെയുള്ള വ്യക്തികളോടൊക്കെ ആരാധന തോന്നാൻ. ഈ ഓഡിയോ കേൾക്കുന്നവർ, മറു സൈഡിൽ നിൽക്കുന്ന സ്ത്രീ സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ ഉള്ള ഒരാളാണ് ഇങ്ങനെ ഒരാളുടെ ലവ് ട്രാപ്പിൽ വീണ് കഴിഞ്ഞ് അതിൽ നിന്ന് പിന്നീട് അവരെ ദുരുപയോഗം ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ അവരെ മിസ്യൂസ് ചെയ്തതിന് ശേഷം രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതികളും ഇതേ രീതിയിൽ തന്നെ പല സ്ത്രീകളോടും ഇതേ ട്രാക്കിൽ പെരുമാറി അവരെയും ചതിയിൽപ്പെടുത്തിയ വ്യക്തി ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഓഡിറ്റ് ചെയ്യപ്പെടണ്ടേ? ആ ചോദ്യം ഉള്ളിൽ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് എഡിറ്റ് ചെയ്യേണ്ട, ബീപ്പ് സൗണ്ട് കൊടുക്കണ്ട, നാട്ടുകാർ കേൾക്കട്ടെ എന്ന രീതിയിൽ ടെലികാസ്റ്റ് ചെയ്ത് അത് ആർക്കെങ്കിലും മനോവിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിരുപാധികം അവരോട് ക്ഷമ ചോദിക്കുന്നു.